തെക്ക് പടിഞ്ഞാറൻ കൊളംബിയയിലെ ഗുവാപ്പിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ മെത്രാന്റെ വസതിയും ഓഫീസുകളും തകർന്നു. പോലീസ് സ്റ്റേഷന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും ബിഷപ്പിന്റെ വസതിയുടെ വലിയൊരു ഭാഗവും ഗുവാപ്പിയിലെ അപ്പസ്തോലിക് വികാരിയേറ്റിന്റെ ഓഫീസുകളും നശിപ്പിക്കപ്പെട്ടു. ക്രൈസ്തവ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡിന്റെ റിപ്പോർട്ടിൽ ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പറയുന്നു. സ്ഫോടനത്തിൽ ബിഷപ്പ് ഹൌസിന്റെ മതിലുകൾ, വാതിലുകൾ, ജനലുകൾ, മേൽക്കൂരകൾ എന്നിവ തകർന്നു. ഗുവാപ്പിയിലെ പ്രോവികാർ ചുമതല വഹിക്കുന്ന ഫാദർ അർണുൽഫോ മൊറേനോ ആണ് ഇതേക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നൽകിയത്. അടുത്തിടെ നടന്ന ഈ ആക്രമണം ഒരു വിമത സംഘം നടത്തിയതാണെന്നും ഇത് പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമിട്ടുള്ളതാകാമെന്നുമാണ് ലഭിക്കുന്ന സൂചന. കൂരിയായിൽ സേവനം ചെയ്യുന്ന വൈദികൻ സ്ഥലത്തില്ലാതിരുന്നതിനാൽ സ്ഫോടനത്തിൽ വൈദികൻ രക്ഷപ്പെട്ടു. ഭൗതികമായ കേടുപാടുകൾ പുനർനിർമ്മിക്കാൻ കഴിയും, എന്നാൽ മനുഷ്യജീവൻ വീണ്ടും പുനർജീവിപ്പിക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ സഹായത്താൽ തങ്ങൾ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗുവാപ്പി സ്ഥിതി ചെയ്യുന്ന കോക്ക പസഫിക് മേഖല കഴിഞ്ഞ 40 വർഷമായി നിരവധി സംഘർഷങ്ങളുടെ കേന്ദ്രമാണ്. കലാപകാരികളുടെ കടന്നുകയറ്റവും അനധികൃത ഖനനവും പ്രദേശത്തെ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി. നിലവിൽ കൊളംബിയൻ റവല്യൂഷണറി ആംഡ് ഫോഴ്സും നാഷണൽ ലിബറേഷൻ ആർമിയും സായുധ വിമത ഗ്രൂപ്പുകളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടുതലായി നടക്കുന്ന വേദി കൂടിയാണ് ഗുവാപ്പി. ഏറ്റവും ദുർബലരായ ആളുകളെ സംഘർഷം വല്ലാതെ ബാധിച്ചിട്ടുണ്ടെന്നും പ്രദേശത്ത് സമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്നും എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ് സംഘടന ആഹ്വാനം ചെയ്തു.